ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം സംസാരിക്കാൻ പോകുന്ന ഇന്നലത്തെ പ്രീമിയർ ലീഗിലെ 3 സമനിലകളെ കുറിച്ചിട്ടാണ്. അതായത് ബ്രെൻഫോർഡ് കമ്മ്യൂണിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ പെപ് ഗാർഡിയോള മാഞ്ചസ്റ്റർ സിറ്റി തോമസ് ഫ്രാങ്കിൻ്റെ ബ്രെൻഫോർഡിനെതിരെ സമനിലയിൽ പിരിയുന്നു. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ചെൽസി എറയോളയുടെ ബോർണ്മൗത്തിനെതിരെ സമനിലയിൽ പിരിയുന്നു. ഒപ്പം ലീഗ് ലീഡേഴ്സായിട്ടുള്ള ആർണി സ്ലോട്ടിൻ്റെ ലിവർപൂൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് ഹോം ഗ്രൗണ്ടിലും സമനിലയിൽ പിരിയുന്ന ചിത്രമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ 3 മത്സരങ്ങൾ എന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് റിവ്യൂ കാര്യങ്ങളോ അല്ല. നമുക്ക് ആദ്യം തന്നെ ലീഗ് ലീഡേഴ്സിൻ്റെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അത്ര എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ പറ്റുന്ന തരത്തിലൊരു സൈഡല്ല എന്നുള്ളത് ആർണി സ്ലോട്ടിൻ്റെ ലിവർപൂളിന് തന്നെ നന്നായിട്ട് അറിയാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം വെച്ചാൽ ഈ സീസണിൻ്റെ തുടക്കത്തിൽ നടന്ന മത്സരത്തിൽ ആൻഫീൽഡിൽ വെച്ച് നടന്ന മത്സരത്തിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ലിവർപൂളിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ടഫ് നട്ട് ടു ക്രാക്കാണ് ഈ ന്യൂനോ എസ്പിരിറ്റോ സാന്റോയുടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. മാത്രമല്ല അവരൊരു അൺബിലീവബിൾ റണ്ണാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2ാം സ്ഥാനത്താണ് അവർ പ്രീമിയർ ലീഗിൻ്റെ ടേബിളിൽ നിലവിലിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇൻക്രെഡിബിൾ ജേണിയാണത്. കഴിഞ്ഞ സീസണിൽ ഈ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് 17ാം സ്ഥാനത്താണ്. അതായത് 18ഉം 19ഉം 20ഉം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തവർ റെലഗേറ്റ് ആയിപ്പോയി. അതിൽ റെലഗേഷൻ സോണിൻ്റെ തൊട്ട് മുകളിൽ 17ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജേണി അതൊരു വല്ലാത്തൊരു ജേണി തന്നെയാണ്. അപ്പോൾ ആരും അത് പ്രതീക്ഷിച്ച ഒരു സംഭവമല്ല. ഈ സീസണിൻ്റെ തുടക്കത്തിൽ പല പണ്ഡിറ്റുകളും ഇവർ റെലഗേഷൻ ബാറ്റിൽ പോലും ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ന്യൂനോ എസ്പിരിറ്റോ സാന്റോ എന്ന് പറയുന്ന പോർച്ചുഗീസ് മാനേജർ അങ്ങോട്ടേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അത്ര വെടിപ്പായിരുന്നില്ല. പക്ഷേ ഇവിടെ ഇവരുടെ ഡയറക്ഷൻ പോലും ശരിയല്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പല സൈനിങ്ങുകളും അവർ നടത്തുന്നുണ്ടായിരുന്നു. ചറപറ സൈനിങ്ങുകൾ അവർ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഡയറക്ഷൻ ശരിയില്ല എന്നുള്ള വാദം പലരും ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവാഞ്ചലോസ് മരിനാക്കീസ് എന്ന് പറയുന്ന ഗ്രീക്ക് ഓണർ ക്യാഷ് ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. മാത്രമല്ല ക്ലബിൻ്റെ ഡെറ്റും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ സോർട്ട് ഔട്ട് ചെയ്യുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ചെങ്ങായി ഒരുപാട് കോൺട്രവേഴ്സികളിൽ ഇടപെട്ടുള്ളൊരു ഒരാളാണ് ഈ ഇവാഞ്ചലോസ് മരിനാക്കീസ് എന്ന് പറയുന്ന ചെങ്ങായി എന്നുള്ള കാര്യമാണ്. ഗ്രീക്കുകാരനാണ്. എന്തായാലും അങ്ങനെ ഈ ന്യൂനോ എസ്പിരിറ്റോ സാന്റോയുടെ കഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വലൻസിയയിലും പോർട്ടോയിലൊക്കെ മാനേജ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രീമിയർ ലീഗിലേക്ക് വരുന്നത് വൂൾസിൻ്റെ മാനേജറായിട്ടാണ്. അതായത് ചാമ്പ്യൻഷിപ്പിൽ വൂൾസിൻ്റെ മാനേജറായിട്ട് തുടങ്ങുന്നു. അങ്ങനെ അവരെ പ്രീമിയർ ലീഗിലേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് അദ്ദേഹം സ്പേഴ്സിലേക്ക് പോകുന്നു. സ്പേഴ്സിൽ നിന്ന് അദ്ദേഹത്തിന് സാക്ക് കിട്ടുന്നു. അങ്ങനെ പുള്ളിക്കാരൻ സൗദിയിലേക്ക് പോകുമായിരുന്നു. അൽ ഇത്തിഹാദിനെ മാനേജ് ചെയ്യുന്നു. അവിടെയും പ്ലേയേഴ്സുമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ നിന്നും സാക്ക് കിട്ടുന്നു. അങ്ങനെയാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലേക്ക് അദ്ദേഹം വന്നതിന് ശേഷം ഇവിടെ ഇപ്പോൾ പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതൊരൊന്നൊന്നര പണിയാണ്. അതായത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. പക്ഷേ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ വെടിപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. കാരണം അവരുടെ ഫിലോസഫി വളരെ വളരെ സിമ്പിളാണ്. ഡിഫെൻഡ് ചെയ്യുക, നല്ല ഓർഗനൈസ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുക. മിഡ്ഫീൽഡർമാരും ഡിഫൻസിൽ ഹെൽപ്പ് ചെയ്യും, വിങ്ങർമാരും ഡിഫൻസിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ വൈഡിൽ വിങ്ങർമാർ, പേസുള്ള വിങ്ങർമാരെ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു. ഫുൾ ബാക്കുകളും അവരെ സഹായിക്കും. ഓവർലാപ്പിംഗ് അണ്ടർലാപ്പിംഗ് റണ്ണുകൾ അവർ നടത്തും. പിന്നെന്താണ് ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ അപ്പ് ഫ്രണ്ട് ഉണ്ട്. ഒപ്പം ആ ഒരു 10 റോളിൽ വളരെ ടെക്നിക്കലി ഏബിൾ ആയിട്ടുള്ളൊരു പ്ലെയർ കളിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഫിലോസഫിയാണ്. പക്ഷേ അത്ര എളുപ്പത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ഫിലോസഫിയാണെന്ന് കരുതണ്ട. കാരണം ഓർഗനൈസ്ഡ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. അതിനും ഏബിളായിട്ടുള്ള പ്ലെയേഴ്സ് വേണം. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ അവരുടെ ഡിഫൻസിൽ മിലിൻകോവിച്ചും അതുപോലെ തന്നെ മുരീലോ തമ്മിലുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് ബ്യൂട്ടിഫുള്ളായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രേറ്റ് ഡിഫെൻസീവ് അവയർനെസ് ഉണ്ട്. ഒപ്പം ഓൺ ദ ബോൾ എബിലിറ്റിയും മികച്ചതാണ്. പ്രത്യേകിച്ച് മുരീലോടൊക്കെ എന്നുള്ള കാര്യം ഓർക്കണം. ബ്രസീലിയൻ സെൻറ്റർ ബാക്കാണ് ചെങ്ങായി. പുള്ളിക്കാരൻ്റെ ഗെയിം റീഡിങ് എബിലിറ്റിയും മനോഹരമാണ്. ഒപ്പം ഡ്യൂലുകൾ വിൻ ചെയ്യുന്നതിൽ നല്ല കഴിവുള്ളൊരു പ്ലെയറാണ്. കാരണം ഒരു ഫിസിക്കലി ഇമ്പോസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. ഒരുപാട് ഹൈറ്റോ കാര്യങ്ങളൊന്നും ചെങ്ങായിക്കില്ല. പക്ഷേ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫുട്ബോളറാണ്. അദ്ദേഹത്തിന് ഡ്രിബിളിങ് എബിലിറ്റി ഉണ്ട്. ചില സാഹചര്യങ്ങൾ അദ്ദേഹം ഡിഫൻസിൽ നിന്ന് ഒരു സർജ് നടത്തുന്നിട്ട് ഷോട്ടൊക്കെ അടിക്കുന്ന സിനാരികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അതായത് വളരെ കംഫർട്ടബിൾ ഓൺ ദ ബോൾ കൂടിയാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ക്രോസുകൾ ബ്ലോക്ക് ചെയ്യുന്നതിലൊക്കെ മിടുക്കൻ തന്നെയാണ്. ആകെ ഒരു പ്രശ്നമുള്ളത് ഏരിയൽ എബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ ജോട്ട വന്നതിന് ശേഷം ചെങ്ങായിക്ക് കുറച്ച് ഇടങ്ങറും സിനാരികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് വേറെ കാര്യം. പക്ഷേ ജനറലി ഗ്രേറ്റ് ആണ് കളിച്ചിട്ടുള്ളത്. ഈവൻ തൻ്റെ ടീമിനെതിരെ കൗണ്ടർ അറ്റാക്കിങ് സിറ്റുവേഷൻസ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ മികച്ചതാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ സോളിഡായിട്ടുള്ള പെർഫോമൻസാണ് മുറിയിലോ കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ മിലിൻകോവിച്ചും നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്യുന്നു. പിന്നെ ഫുൾ ബാക്കിലായിട്ടുള്ള ഒലായനെ ആണെങ്കിലും അതുപോലെ തന്നെ
നീക്കോ വില്യംസ് ആണെങ്കിൽ നീക്കോ വില്യംസ് ഫോമർ ലിവർപൂൾ പ്ലെയറാണ്. ഒലായിനെ ആണെങ്കിൽ കോബാം പ്രൊഡക്റ്റാണ്, ചെൽസിയുടെ പ്രൊഡക്റ്റാണ്. ഒരുപാട് അലഞ്ഞിട്ടാണ് ഇപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് നിൽക്കുന്നത്. രണ്ടുപേരും പേസുള്ള ഫുൾ ബാക്കുകളാണ്, ഡിഫെൻഡ് ചെയ്യാൻ അറിയുന്ന ഫുൾ ബാക്കുകളാണ്, അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫുൾ ബാക്കുകളാണ്. മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ യേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടാകുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന പ്ലെയർ തന്നെയാണ്. ആ ഒരു ബൈറ്റുള്ള ഗ്രിറ്റുള്ള ഒരു മിഡ്ഫീൽഡറാണ്. ടെക്നിക്കലി അത്ര സൂപ്പർബ് അല്ല, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആ കമ്മിറ്റ്മെൻറ്റും പാഷനും ഒക്കെ ഉള്ള ഒരുത്തനാണ്. എലിയറ്റ് ആൻഡേഴ്സൺ ന്യൂകാസിലായിട്ട് നിന്നാണ് ബിഗ് മണിയിൽ നിന്ന് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മോഗൻ ഗിബ്സ് വൈറ്റ്, ഇതാണ് ഞാൻ പറഞ്ഞ ടെക്നിക്കലി വളരെ സൗണ്ടായിട്ടുള്ള ആ ഒരു 10. പിന്നെ വിങ്ങിൽ പറക്കുകയാണ് ഇലാങ്ക. യുണൈറ്റഡിൽ പിന്നെ എന്താ പറയുക, പുള്ളിക്കാരൻ ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് വേണ്ടിയിട്ട് ആ വിങ്ങിലൂടെ പറക്കുന്നു. കലം ഹഡ്സനോടോ ചെൽസിയിൽ ആവശ്യമില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ചെന്നൈയിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഇടത് വിങ്ങിൽ പറക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കാണുന്നത്. വളരെ എഫിഷ്യൻ്റായിട്ടാണ് രണ്ട് വിങ്ങർമാരും കളിക്കുന്നത്. ഡിസിഷൻ മേക്കിങ്ങും മികച്ചതാണ് ഇവന്മാരുടെയൊക്കെ. പിന്നെ ക്രിസ് വുഡ്, ന്യൂസിലാൻഡുകാരനായിട്ടുള്ള ക്രിസ് വുഡ് 33ാമത്തെ വയസ്സിൽ ഒടുക്കത്തെ ക്ലിനിക്കാലിറ്റിയിലാണ് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി വളരെ എഫിഷ്യൻറ്റ് ഇൻ ഫ്രണ്ടാണ്. കാരണം വെച്ചാൽ കാര്യമായിട്ട് പൊസിഷൻ അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ കിട്ടുന്ന പൊസിഷൻ വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുത്തിട്ട് ഗോൾ അടിക്കണം. പിന്നെന്താണ്, അവർ ഓൾറെഡി നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യും. അപ്പോൾ ഒരു ഗോളൊക്കെ മതി അവർക്ക് ജയിച്ച് കയറാൻ എന്നുള്ള കാര്യമാണ്. പക്ഷേ ആ ഒരു ഗോൾ വളരെ ക്ലിനിക്കലായിട്ട് അവർ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ ഗോളുകൾ അടിക്കാനുള്ള ശ്രമങ്ങളും അവർ നടത്തും. പക്ഷേ ഒരുപാട് പൊസിഷൻ വെച്ചിട്ടല്ല അവർ കളിക്കുന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഇതാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമായിട്ടല്ല അവർ ഇന്നലെയും കളിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഓൾറെഡി ലിവർപൂളിന് അറിയുന്നത് തന്നെയാണ്. കാരണം വെച്ചാൽ ആൻഫീൽഡിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആർണി സ്ലോട്ടിൻ്റെ ടീമിനെ ഈ സീസണിൽ തന്നെ പരാജയപ്പെടുത്തിയാണ്. അതുകൊണ്ട് ഈ മത്സരം ഒട്ടും എളുപ്പമായിരിക്കില്ല എന്നുള്ളത് ആർണി സ്ലോട്ടിന് തന്നെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ലിവർപൂൾ ഈ മത്സരത്തിലേക്ക് വരുന്നതാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ പ്രീമിയർ ലീഗിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടാണ് ആൻഫീൽഡിൽ. അപ്പോൾ ഇതിൽ ഒരു റിയാക്ഷൻ അത്യാവശ്യമായിരുന്നു. പക്ഷേ സ്റ്റിൽ എളുപ്പമല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അങ്ങനെ ലൂയിസ് ഡിയാസ് ആണ് ഫോൾസ് നൈനായിട്ട് കളിച്ചിരുന്നത്. ഗാക്പോ ലെഫ്റ്റ് വിങ്ങിൽ, റൈറ്റ് വിങ്ങിൽ മോസല, മിഡ്ഫീൽഡിൽ സൊബോസ്ലായി തിരിച്ചു വന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവമായിരുന്നു. കൊനാട്ടയും അതുപോലെ തന്നെ വാൻ ഡൈക്കും തന്നെ സെൻറ്റർ ബാക്ക് പാർട്ട്നേഴ്സായിട്ട് കളിക്കുന്നു. കൊനാട്ടെ ഫുള്ളി ഫിറ്റ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ റോബർട്ട്സണും ട്രെൻഡും തന്നെയായിരുന്നു ഫുൾ ബാക്കിലുണ്ടായിരുന്നു ആലിസൺ കീപ്പറായിട്ട്. മിഡ്ഫീൽഡിൽ മെക്കാലിസ്റ്റർ ഉണ്ടായിരുന്നു, ഗ്രാവൻ ബെർഗ് ആസ് യൂഷ്വൽ പുള്ളിക്കാരൻ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലഗ്ഗിഷ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ആ ഒരു നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ആ ഡിഫൻസിനെ കാര്യമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കുറേ വേവേഡ് അറ്റംപ്റ്റുകൾ അവർ നടത്തുന്നുണ്ടായിരുന്നു. ഒരു ഇമ്പോസിങ് ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു നമ്പർ 9 അഭാവം ഈ മത്സരത്തിൽ നമുക്ക് ലിവർപൂളിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ലിവർപൂളിൻ്റെ ഭാഗത്ത് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ പറ്റിയില്ല. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ വളരെ എഫിഷ്യൻ്റാണ്. 3 അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുള്ളൂ, 2 ടാർഗറ്റിൽ അടിക്കുന്നു, ഒരു ഗോളാക്കി മാറ്റുന്നു. ആ ഗോൾ തന്നെ വരുന്നത് വളരെ ഏർലിയാണ് ആ ഗോൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ മോസലയെ സംബന്ധിച്ചോളം നമ്മൾ പറയുന്നൊരു സംഭവമാണ്, അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഡിഫെൻസീവ് ഡ്യൂട്ടി ഇല്ല ഈ ആർണി സ്ലോട്ടിൻ്റെ സിസ്റ്റത്തിൽ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഗോൾ വരുന്ന രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഹാഫ് ലൈൻ്റെ അടുത്ത് പിൻബോൾ നടക്കുകയാണ് ഏരിയയിൽ. അപ്പോൾ കൊനാട്ടെ ഒരു ഹെഡർ വിൻ ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു അവസരത്തിൽ എന്താണ്, സലയുടെ നേരൊക്കെയാണ് ഹെഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കലം ഹഡ്സനോട് അവിടെ വിൻ ചെയ്യണം, ആ ഡ്യൂല് വിൻ ചെയ്യണം. അവിടെ സലയുടെ ആ ഒരു എന്താ പറയുക, ആ ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമം വളരെ വീക്കായെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഓൾറെഡി കൊനാട്ടെ കുറച്ച് കയറി നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പൊസിഷനിലല്ല ഉള്ളത്. കാരണം ആ ഒരു ഹെഡർ വിൻ ചെയ്യാനായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു ആ പിൻബോൾ നടക്കുന്ന സാഹചര്യത്തിൽ. അപ്പോൾ എന്താണ്, ഈ ഇലാങ്ക പിന്നെ നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇലാങ്കയിലേക്ക് കലം ഹഡ്സനോട് പാസ് കൊടുക്കുന്നു. ഇലാങ്ക എന്നിട്ട് പിന്നെ ഇലാങ്കയ്ക്ക് ചെയ്യേണ്ടത് ക്രിസ് വുഡിനെ പിക്ക് ചെയ്യാനാണ്. ക്രിസ് വുഡ് കൃത്യമായിട്ടും കൊനാട്ടയുടെ പൊസിഷൻ ഉണ്ടല്ലോ അവിടെ പുള്ളിക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു, കൊനാട്ട വെക്കേറ്റ് ചെയ്ത് പോയിട്ടുള്ള ആ ഒരു ഏരിയയിൽ. അപ്പോൾ അവിടേക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ട്രാക്കിംഗ് റണ്ണ് പിന്നെ ട്രെൻഡും നടത്തിയിട്ടില്ല. ക്രിസ് വുഡിലേക്ക് ബോൾ എത്തുന്നു. ക്രിസ് വുഡ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വളരെ ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യുന്നു. ഫാന്റാസ്റ്റിക് സ്ട്രൈക്കാണ്. അങ്ങനെയാണ് ഫോറസ്റ്റ് ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർക്ക് ആ ലീഡും കിട്ടി തുടക്കത്തിൽ, ഇനി എന്തായാലും ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവർ ഡിഫെൻഡ് ചെയ്യുന്നു. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ആർണി സ്ലോട്ട് ചേഞ്ചൊക്കെ വരുത്താൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഈ കൊനാട്ടയൊക്കെ അത്ര 100% നമുക്ക് തോന്നുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവം തന്നെയാണ്. അങ്ങനെ ഈ ലിവർപൂളിൻ്റെ ഈക്വലൈസർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജോട്ടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ്. ഒരു നമ്പർ 9 വരുന്നു, അതിനുശേഷമാണ് ആ ഒരു ഈക്വലൈസർ ഗോൾ വരുന്നത്. അത് 22 സെക്കൻഡുകൾക്കുള്ളിൽ ജോട്ട വരുന്നു. ജോട്ടയുടെ ഫസ്റ്റ് ടച്ചിൽ അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. സിമക്കാസിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു റോബർട്ട്സിന് പകരമായിട്ട്. റോബർട്ട്സിനും അത്ര നല്ല രീതിയിലല്ല കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ റോബർട്ട്സൺ പകരം സിമിക്കാസ് വരുന്നു. ഈ 2 സബ്ബുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ലിവർപൂളിൻ്റെ ഈക്വലൈസർ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. മിഡ് വേ ത്രൂ സെക്കൻഡ് ഹാഫ് കോർണറിൽ നിന്ന് സിമിക്കാസിൻ്റെ ബോൾ വരുന്നു. മുറിയിലെ സംബന്ധിച്ചോളം അതുവരെ മനോഹരമായിട്ടാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. ആ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജമ്പും കാര്യങ്ങളും കറക്റ്റ് ആയിരുന്നില്ല. റീസണബിളി സ്മോളർ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ജോട്ട, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏരിയൽ എബിലിറ്റി ഭീകരമാണ്. ഒരു രക്ഷയില്ലാത്ത
ഹെഡിങ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. പുള്ളിക്കാരൻ ഹെഡ് ചെയ്ത് ലിവർപൂൾ മത്സരത്തിൽ കൊണ്ടുവരുന്നത്. പിന്നെ മാത്രമല്ല പുള്ളിക്കാരൻ വന്നതിന് ശേഷം ലിവർപൂൾ കുറേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ തന്നെ സെൽസ് എന്ന് പറയുന്ന ഈ ബ്ലൂക്കോ ഉണ്ടല്ലോ, ചെൽസിയുടെ ബ്ലൂക്കോ ഓണർഷിപ്പ്, അവർ വിറ്റിട്ടുള്ള ഒരു പ്ലെയറാണ് ഈ സെൽസ് എന്ന് പറഞ്ഞാൽ. ബെൽജിയംകാരനാണ്. പുള്ളിക്കാരൻ നല്ല ഗോഡ് മോഡിലാണ് കളിക്കുന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ എത്ര സേവുകളാണ് പുൾ ഓഫ് ചെയ്തിട്ടുള്ളത്. അതായത് പിന്നെ ജോട്ടയുടെ തന്നെ 2 പോയിന്റ് ബ്ലാങ്ക് സേവുകൾ ചങ്ങായി നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഈ മുരീലോയെ ജോട്ട ഈസിലി കബളിപ്പിക്കുന്ന ഒരു സിനാരി നമ്മൾ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നിട്ട് അദ്ദേഹം കട്ടിൻ സൈഡ് ചെയ്തിട്ട് അദ്ദേഹം ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അടി അടിക്കുന്നു. അത് സെൽസ് സേവ് ചെയ്യും നമ്മൾ കൂടെ. അതേപോലെ തന്നെ മറ്റൊരു അറ്റംപ്റ്റ് പറന്നു വന്നിട്ട്, അതായത് പറന്നു വരിക എന്ന് പറഞ്ഞാൽ ജമ്പ് ചെയ്ത് വന്നിട്ട് പുള്ളിക്കാരൻ സേവ് ചെയ്യുന്നു ജോട്ടയുടെ തന്നെ അറ്റംപ്റ്റ്. അതുപോലെ തന്നെ സലയുടെ അറ്റംപ്റ്റ് കോർണറിൽ നിന്ന് വന്നിട്ടുള്ള സാഹചര്യത്തിൽ സലയുടെ ഒരു അറ്റംപ്റ്റ്, സലയിലേക്ക് എത്തുമ്പോൾ സലയുടെ അറ്റംപ്റ്റ് ഒലായിന പിന്നെ ഗോൾഡൻ ക്ലിയറൻസ് ആണ് നമ്മൾ കാണുന്നു. പിന്നെ ഗാക്പോയുടെ റൈറ്റിൽ നിന്ന് കട്ടിങ് സൈഡ് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് സെൽസ് സേവ് ചെയ്യുന്നത് കാണുന്നു. അത്തരത്തിൽ കുറേ കിഡിലൻ സേവുകൾ. സലയുടെ തന്നെ മറ്റൊരു അറ്റംപ്റ്റ് അദ്ദേഹം ബ്യൂട്ടിഫുൾ ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മക്കാലിസ്റ്റർ സലയ്ക്ക് കൊടുത്തുള്ള സാഹചര്യത്തിൽ. അപ്പോൾ കുറേ ബ്ലോക്കുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലോക്കുകൾ മറികടന്നിട്ട് ഈ പിന്നെ വലയിലേക്ക് അടിക്കുന്ന സാഹചര്യത്തിൽ കീപ്പറാണെങ്കിൽ ഒടുക്കത്തെ സേവ് നടന്നു. അതായിരുന്നു ഇന്നലത്തെ സ്ഥിതി ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം 2 പോയിന്റ്സ് ഡ്രോപ്ഡ് ആണ്. പക്ഷേ എന്താണ്, പാനിക് ആകേണ്ട സാഹചര്യമൊന്നുമില്ല. പക്ഷേ ഇതിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്, ഇപ്പോൾ കൊനാട്ടയെ പിൻവലിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഗ്രാവൻബർഗിനെയാണ് ആ ഒരു റൈറ്റ് സൈഡ് സെൻറ്റർ ബാക്കായിട്ട് ആർണെ സ്ലോട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. പക്ഷേ ഗ്രാവൻബർഗ് അഗെയിൻ ഓവർ യൂട്ടിലൈസ് ചെയ്യപ്പെടുകയാണ്. അവിടെ റിച്ചാർഡ് ഹ്യൂഗ്സ്, FSG ഇവരൊക്കെ കൃത്യമായിട്ടും ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ എങ്ങനെയെങ്കിലും ഇടപെടണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ക്വാൻസെ എന്തായാലും കാര്യമായി ട്രസ്റ്റ് ചെയ്യുന്നില്ല ആർണെ സ്ലോട്ട്. ട്രസ്റ്റ് ചെയ്യാൻ പറ്റൂല, നമുക്കറിയുന്നതാണ്. അപ്പോൾ അവർക്കൊരു ഡിഫൻഡറിൻ്റെ ആവശ്യമുണ്ട്. മിഡ്ഫീൽഡിൽ ഒരു അഡീഷൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. മനസ്സിലാക്കേണ്ടത് ഈ ആർണെ സ്ലോട്ട് വന്നതിന് ശേഷം ഒരൊറ്റ സൈനിങ് മാത്രമേ ലിവർപൂൾ നടത്തിയിട്ടുള്ളൂ എന്നുള്ളത്. ഒരൊറ്റ സൈനിങ്, അത് KSAയുടെ സൈനിങ് ആണ്, ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള KSAയുടെ സൈനിങ്. ഇവിടെ ഇപ്പോൾ ഗ്രാവൻബർഗിനൊക്കെ ഇഞ്ചുറി പറ്റിയുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് അവരിപ്പോൾ ഡിഫൻസിൽ സ്ട്രഗിൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കൊനാട്ടെ 100% ഫിറ്റായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ റഷ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു ഗോമസിന് ഇഞ്ചുറി പറ്റിയുള്ള ആ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഇനി ഗ്രാവൻബർഗ് ഇപ്പോൾ ഓവർ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പുള്ളിക്കാരൻ എങ്ങനെ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ പണി പാളാനുള്ള സാധ്യതയുണ്ട് ലിവർപൂൾ സംബന്ധിച്ചിടത്തോളം. പക്ഷേ സ്റ്റിൽ പാനിക് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈവൻ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ സെക്കൻഡ് ഹാഫിലുള്ള അവരുടെ പ്രകടനം അത് പോസിറ്റീവായിട്ടുള്ള പ്രകടനം തന്നെയാണ്. ഈ സീസണിൽ നമ്മൾ പൊതുവേ കാണുന്നൊരു സംഭവമാണ് സ്ലഗ്ഗിഷ് ആയിട്ടുള്ള ആർണെ സ്ലോട്ടിൻ്റെ കീഴിലുള്ള ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിലുള്ള അവരുടെ ഇംപ്രൂവ്ഡ് പെർഫോമൻസും ഈ സീസണിലുള്ള ഒരു സ്റ്റോറിയാണ് അതെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ നിന്ന് 3 പോയിന്റ്സ് കിട്ടാത്തത് ലിവർപൂളിനൊരു വിഷമം ഉണ്ടായിരിക്കും, പ്രത്യേകിച്ച് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്ത് അത് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫിൽ. പക്ഷേ സെൽസ് ഗോഡ് മോഡിലായിരുന്നു. ഓവറോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ടുള്ള ഗ്രിറ്റും ആ ഒരു പാഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. വേറൊരു സംഭവം, ലിവർപൂളിനെതിരെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ ലിവർപൂളിൻ്റെ ഡിഫൻസിലെ ഒരു വൾണറബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം കൊനാറ്റയുടെയൊക്കെ ചില സാഹചര്യങ്ങളിലെ പൊസിഷനിങ്ങിലൊക്കെ പ്രശ്നവും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരു മൊമെൻറ്റിൽ ഇപ്പോൾ മുരിയിലൂടെ ഡിഫെൻഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ലൂയിസ് ഡിയാസ് ഗാക്പോക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച പാസ് വളരെ മനോഹരമായിട്ട് മുരിയിലോ റീഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് റീഡ് ചെയ്തിട്ട് അദ്ദേഹം അത് ഡിഫെൻഡ് ചെയ്യുകയാണ്. അത് ഗാക്പോക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരു 1v1 പിന്നെ സിറ്റുവേഷൻ ആയിരുന്നേനെ ലിവർപൂൾ സംബന്ധിച്ചുള്ള. പക്ഷേ അത് തടയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അത്തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഫ്രണ്ട് ഫുട്ടിൽ ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിലൊരു പ്ലെയറാണ് മുരിലോ എന്നുള്ള കാര്യം ഓർക്കണം. ജമ്പ് ചെയ്ത് വന്നിട്ട് പിന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യുന്ന സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് പാസ് കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് മുരിലയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോട്ട വന്നിട്ട് കുറച്ച് പുള്ളിക്കാരനെ ഇടങ്ങറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ മുരിലയുടെ ഗ്രേറ്റ് ഗെയിമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിൽ കർട്ടിസ് ജോൺസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഗെയിം ചേഞ്ച് ആയത് ഒരു പ്രോപ്പർ 9 വന്നപ്പോഴാണ്. ജോട്ടയും നമുക്കൊരു പ്രോപ്പർ 9 എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ ലൂയിസ് ഡിയാസ് ഒരു ഫോൾസ് 9 അല്ലേ. എല്ലാ മത്സരത്തിലും ഫോൾസ് 9 പരിപാടി വർക്കാവില്ല എന്നുള്ള കാര്യം ഓർക്കണം. പല മത്സരങ്ങളും അത് വർക്കായിട്ടുണ്ട്, പക്ഷേ എല്ലാ മത്സരങ്ങളും വർക്കാവില്ല. ഈ പിന്നെ ഫിസിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു 9ൻ്റെ ആവശ്യം ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ജോട്ട വളരെ ട്രിക്കി ആയിട്ടുള്ള ക്ലെവർ ആയിട്ടുള്ള ഫുട്ബോളാണ്. അപ്പോൾ അതേ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലത്തെ മത്സരത്തിൽ. സിമിക്കാസും അതിൻ്റെ ഡെലിവറീസൊക്കെ നല്ലത് തന്നെയായിരുന്നു. എല്ലാം ഫേവർ ചെയ്യുന്നത് ലിവർപൂൾ തന്നെയാണ്. 6 അറ്റംപ്റ്റുകൾ മാത്രമാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മത്സരത്തിൽ മൊത്തം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ 3 ഒരു ടാർഗറ്റിലേക്ക് അടിക്കുന്നു, 1 ഗോൾ അടിക്കുന്നു. ലിവർപൂൾ 23 അറ്റംപ്റ്റുകൾ നടത്തി
7 ടാർഗറ്റിലേക്ക് അടിക്കുന്നു. പക്ഷേ സ്റ്റിൽ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ പോരായ്മകളും കാര്യങ്ങളും ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഗാക്പോ, ലൂയിസ് ഡിയാസ്, മോസാല പല സിറ്റുവേഷനിലും പിന്നെ അത്ര ശരിയായിട്ടുള്ള ഡിസിഷൻ ആയിരുന്നില്ല എടുക്കുന്നുണ്ടായിരുന്നത് എന്നുള്ളതൊരു പ്രശ്നമാണ്. പിന്നെ ഒരു പ്രശ്നം ഈ സൈഡിൽ ഞാൻ കാണുന്നത്, ഇപ്പോൾ സലയുടെ റൈറ്റ് സൈഡിലെ ഡിഫെൻഡിങ് അത്ര നല്ലതല്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനോട് കൃത്യമായിട്ടും ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും കുറച്ചുകൂടെയൊക്കെ ഡിഫെൻസീവ് അവയർനെസ് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും, പ്രത്യേകിച്ച് ആ ഒരു ഏരിയയിൽ കളിക്കുന്നത് ട്രെൻഡ് കൂടിയാണെന്നുള്ളത് കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ എന്താണ് ട്രെൻഡ്, സല ആ ഒരു ഏരിയയിൽ ഒരു വീക്ക്നെസ് ടീമുകൾ ഇപ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ സോബോസ്ലായി മിഡ്ഫീൽഡർക്ക് കാര്യമായിട്ടുള്ള ഇരട്ടിപ്പണി എടുക്കേണ്ട ഒരു സിനാരിയോ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ കൊനാട്ടെ ആണെങ്കിൽ 100% ഫിറ്റ് കൂടിയല്ല. അപ്പോൾ പുള്ളിക്കാരനും ആ ഒരു ഏരിയയിൽ വൈഡ് ഏരിയ ഡിഫെൻഡ് ചെയ്യുന്ന സിനാരിയോയിൽ ഇത്തിരി സ്ട്രഗിൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ മത്സരത്തിൻ്റെ കാര്യം മാത്രമല്ല, ജനറലി ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അതിന് ഒരു ടാക്ടിക്കൽ സൊല്യൂഷൻ ആർണിസോട്ട് തന്നെ കണ്ടെത്തേണ്ടി വരും. അതോടൊപ്പം ഞാൻ പറഞ്ഞ പോലെ മിഡ്ഫീൽഡർമാർക്ക് ഇരട്ടിപ്പണിയായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഈ ഇൻക്രെഡിബിൾ ജേണിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു അണ്ടർഡോഗ് സ്റ്റോറിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് വേറെ കാര്യം. പക്ഷേ അവരുടെ യഥാർത്ഥ ചരിത്രം നമ്മൾ ഈ ഒരു അവസരത്തിൽ മറക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഓർക്കണം. ശരിയാണ്, ഒരുപാട് കാലം അവർ ചാമ്പ്യൻഷിപ്പിലൊക്കെ ആയിരുന്നു നിലകൊള്ളുന്നുണ്ടായിരുന്നത്, ഒരുപാട് പ്രശ്നങ്ങൾ ഫൈനാൻഷ്യലിയൊക്കെ അവർ നേരിടുന്നുണ്ടായിരുന്നു. പക്ഷേ ബ്രാൻ ക്ലഫ് എന്ന് പറയുന്ന ആ ലെജൻഡറി മാനേജറിൻ്റെ കീഴിൽ 2 യൂറോപ്യൻ കിരീടം സ്വന്തമാക്കിയിട്ടുള്ള ക്ലബ്ബാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എന്ന് മറക്കരുത്. അവർ പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോഷൻ നേടിയിട്ടുള്ള കാര്യത്തിൽ അവരെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എന്തായാലും ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. പകുതിയോളം സീസൺ ഇനിയും ബാക്കിയുണ്ട്. എന്ത് വേണമെങ്കിലും സംഭവിക്കും. അപ്പോൾ ചിലപ്പോൾ അവർ ഈ ടോപ്പ് 4-ൽ നിന്ന് പിന്തള്ളപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, ഒരു പക്ഷേ പോയിൻറ്റ്സ് ഇനി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ സോഫാർ അവർ ചെയ്തിട്ടുള്ള പണി അൺബിലീവബിൾ പണിയാണെന്ന് മാത്രമല്ല, ഈ ഒരു ജേണി അവരെ കൊണ്ടെത്തിക്കുന്നത് മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ലോകത്തേക്കാണെങ്കിൽ അതൊരു കിടിലൻ നേട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതായത് ഒരു ഗ്രേറ്റ് അണ്ടർഡോഗ് സ്റ്റോറി തന്നെയായിട്ട് അത് മാറും, സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിന് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് സാധിക്കുമല്ലോ എന്നത് കണ്ടറിയാം. എന്തായാലും അവർ ഗ്രേറ്റ് പോസിറ്റിവിറ്റിയിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ടുഗദർനെസ് ഉണ്ട് ആ ഒരു ടീമിൽ. അപ്പോൾ ക്രിസ് വുഡിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ 13 പ്രീമിയർ ലീഗ് ഗോളുകൾ ചെന്നൈ സീസണിൽ അടിച്ചിട്ടുണ്ട്. മാത്രമല്ല എന്താണ്, അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് തീരാൻ പോവുകയാണ്, 33-കാരനായ ന്യൂസിലാൻഡ് സ്ട്രൈക്കറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് കൊടുക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയാം. അദ്ദേഹത്തിന് മുമ്പിൽ വേറെയും ഓഫറുകൾ സൗദിയിൽ നിന്നും MLS-ൽ നിന്നൊക്കെ വരുന്നുണ്ട് എന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം പാനിക്കാവേണ്ട സീനൊന്നുമില്ല. അടുത്ത മത്സരം ബ്രെൻഫോർഡിനെതിരെയാണ്. ബ്രെൻഫോർഡ് എവേ അഗെയിൻ മറ്റൊരു ടഫ് ഫിക്ചറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആർസണലും ലിവർപൂളും തമ്മിൽ ഒരേ ഗെയിമുകൾ കളിച്ചുള്ള സാഹചര്യത്തിൽ 7 പോയിൻറ്റ്സാണ് ഡിഫറൻസ് ഉള്ളത്. ആ സംബന്ധിച്ചിടത്തോളം നോർത്ത് ലണ്ടൻ ഡാബിയാണ്. അവർക്ക് കപ്പിൽ നിന്നും പുറത്തായതിൻ്റെ ഒരു റിയാക്ഷൻ കാഴ്ചവെക്കണം. മാത്രമല്ല ഇപ്പോൾ ലിവർപൂൾ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തുള്ള സിനാരിയോയിൽ ആ ടൈറ്റിൽ റേസിൽ തിരിച്ച് വരാനുള്ള പ്രോപ്പർ ചാൻസാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതിലെങ്ങനെ അവർ റിയാക്ട് ചെയ്യുന്നത് കണ്ടറിയാം. ഇനി നമ്മൾ നേരെ ചെൽസിയുടെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബോർണ്മത്തിനെതിരെയായിരുന്നു എൻസോ മരസ്കയുടെ ടീമിൻ്റെ കളി ഉണ്ടായിരുന്നത്. മത്സരം 2-2 എന്നുള്ള സമനിലയിലാണ് അവസാനിച്ചത്. ആന്റോണി ഇരിയോളയെ സംബന്ധിച്ചോളം ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. 12 സീനിയർ പ്ലേയേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ സെക്കൻഡ് ഹാഫിലുള്ള അവരുടെ പെർഫോമൻസ് വാസ് ടോപ്പ് ക്ലാസ്. അപ്പോൾ ഇത് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരം സംഭവമാണ്, സ്ഥിരം സ്ക്രിപ്റ്റാണ്, പുതുതായിട്ടൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കുന്നില്ല എന്നതാണ്. കാരണം പറയാനുള്ളതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മത്സരത്തിൽ എന്താണ്, ആദ്യം ചെൽസി ഗോൾ അടിക്കുന്നു, നല്ല രീതിയിൽ തുടങ്ങുന്നു, കുറേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. നീക്കോ ജാക്സന്റെ ഗുഡ് ആൻഡ് ബാഡ് സൈഡ് ഒരേ മത്സരത്തിൽ തന്നെ നമ്മൾ വീണ്ടും കാണുന്നു. ഗുഡ് സൈഡ് നമ്മൾ ചെൽസിയുടെ ഫസ്റ്റ് ഗോളിൽ കണ്ടു. അതിൽ തന്നെ ആ ഒരു ഹാഫ് ലൈൻ്റെ അടുത്ത് അദ്ദേഹം മനോഹരമായിട്ട് പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ട് ബോൾ ഹാൻഡിൽ ചെയ്യുന്നു. എന്നിട്ട് 3 ബോൺമൗത്ത് താരങ്ങൾ അദ്ദേഹത്തെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യം അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ബോൾ വിൻ ചെയ്യാൻ സാധിക്കില്ല. എന്നിട്ട് ഡ്രൈവിംഗ് റൺ അദ്ദേഹം നടത്തുന്നതിന് ശേഷം ഈ ടെലിപ്പതി ഉണ്ട് കോൾ പാമറും നീക്കോ ജാക്സണും തമ്മിലുള്ള, അത് അൺബിലീവബിൾ ടെലിപ്പതിയാണ്. മാത്രമല്ല കഴിഞ്ഞ സീസൺ തുടക്കം മുതൽ ഇവർ രണ്ടുപേരും കൂടിയിട്ട് 11 ഗോളിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മികച്ച സംഭവമൊക്കെ തന്നെയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ത്രൂ ബോൾ ബ്രില്യൻ്റ് ആണ്. അതേപോലെ തന്നെ കോൾ പാമറിൻ്റെ റണ്ണ് ബ്രില്യൻ്റ് ആണ്. പിന്നെ എന്താണ്, കോൾ പാമറിലേക്ക് ആ ബോൾ എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ കോൾ പാമറിൻ്റെ ഫേക്കും ഫിനിഷും എൻ്റെ പൊന്നു ചങ്ങന്മാരെ ടോപ്പ് ക്ലാസ് ആയിരുന്നു. അങ്ങനെ ചെൽസി ലീഡ് എടുക്കുന്നു, പിന്നെയും ചാൻസുകൾ കിട്ടുന്നു. നീക്കോ ജാക്സൻ്റെ മറ്റൊരു ഡ്രൈവിംഗ് റൺ നമ്മൾ കാണുന്നു, അദ്ദേഹത്തിൻ്റെ ഷോർട്ട് പോസ്റ്റിൽ തട്ടി പോകുന്നു, വേറെയും ചാൻസ് അദ്ദേഹത്തിന് തന്നെ കിട്ടുന്നു, ഗോളാക്കി മാറ്റാൻ സാധിക്കുന്നില്ല. ഡിസിഷൻ മേക്കിങ്ങിലെ പോരായ്മകൾ നമ്മൾ കാണുന്നു. അതായത് നീക്കോ ജാക്സൺ ഒരു സ്ട്രൈക്കറാണ്, അദ്ദേഹത്തിൻ്റെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി അത്ര മികച്ചതല്ല നമുക്കറിയുന്നതാണ്, ഏരിയൽ എബിലിറ്റി അത്ര മികച്ചതല്ല നമുക്കറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഈ സീസണിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നീക്കോ ജാക്സനെ ഒരു തരത്തിലും കുറ്റം പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അദ്ദേഹം ചാൻസുകൾ മിസ് ചെയ്യുന്നുണ്ട്, ഓക്കെ. ചെൽസി ഫുട്ബോൾ ക്ലബിൻ്റെ ലൈന് ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു ബേർഡൻ ഏറ്റെടുക്കാൻ പോകുന്ന തരത്തിലൊരു പ്ലെയർ അല്ല നീക്കോ ജാക്സൺ.
അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ആകാനുണ്ട്. പക്ഷേ എല്ലാ ബേർഡനും ആ തലയിൽ കൊണ്ടിട്ടത് സ്പോർട്ടിംഗ് ഡയറക്ടർമാരാണ്, ഡിസിഷൻ മേക്കേഴ്സാണ്. വേറെ ഒരു ഏബിൾ സ്ട്രൈക്കർ ചെൽസിയിലില്ല, ഒരു കില്ലർ ചെൽസിയിലില്ല എന്ന് പറയുന്നത്, എത്രയോ പൈസ സ്പെൻഡ് ചെയ്തിട്ട് ചെൽസിയിലില്ല എന്ന് പറയുന്നത് ഡിസാസ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ വീഡിയോയിലും സ്പോർട്ടിംഗ് ഡയറക്ടർമാരുടെ നേരേക്ക് വിരൽ ചൂണ്ടുന്നത്, ഓണർഷിപ്പിൻ്റെ നേരേക്ക് വിരൽ ചൂണ്ടുന്നത്. കാരണം ഇവരുടെ സ്ക്വാഡ് ബിൽഡിംഗ് അത്ര മികച്ചതല്ല. ശരിയാണ്, ഈ സീസണിൽ നല്ല സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചു. പക്ഷേ സ്ക്വാഡ് ബിൽഡിങ്ങിലുള്ള പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതായത് എവിടെ നിന്നാണ് ഗോൾ കണ്ടെത്തുന്നത് ചെൽസി? ഇപ്പോൾ നീക്കോ ജാക്സന്റെ ഗോൾ ഡ്രൈ അപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ 5 മത്സരങ്ങൾ ചെൽസി പ്രീമിയർ ലീഗിൽ വിൻലെസ് ആണ്. അപ്പോൾ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാത്ത പ്രശ്നമൊന്നും ഫസ്റ്റ് ഹാഫിൽ നമ്മൾ മത്സരങ്ങൾ കാണുന്നില്ല. സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ്ലി കൺട്രോൾ പോകുന്നുണ്ട്. അപ്പോൾ പലരും എന്താ പറയുന്നത് വെച്ചാൽ, എൻസോ മരസ്ക എന്ന് പറയുന്ന മാനേജർ എന്ത് ചെയ്യും എന്നുള്ളതാണ്, ടീം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്യാത്തത്. എൻസോ മരസ്ക തന്നെയാണ് സെക്കൻഡ് ഹാഫിലും ടീമിനെ മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൽ മാത്രം മാനേജ് ചെയ്താൽ പോരല്ലോ, സെക്കൻഡ് ഹാഫിൽ മാനേജ് ചെയ്യേണ്ട ഒരു സിനാരിയോ ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ ടീമിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ പോകുന്നു, ആ ഫറ്റീഗ് നമുക്ക് കാണാൻ സാധിക്കുന്നു, ആ പ്രസ്സിങ് കാര്യമായിട്ട് കാണാൻ സാധിക്കില്ല, സ്ട്രക്ചറിൽ പ്രശ്നം നമ്മൾ കാണുന്നു, എന്താ പറയുക, മിഡ്ഫീൽഡിൽ നിന്ന് കാര്യമായിട്ട് ഡിഫൻസിന് സപ്പോർട്ട് കിട്ടാത്ത സിനാരിയോകളും, ചെൽസി ഒരുപാട് ഷോട്ടുകൾ കൺസീഡ് ചെയ്യുന്നതും ഒരുപാട് ഷോട്ട് ഓൺ ടാർഗറ്റുകൾ കൺസീഡ് ചെയ്യുന്നതും ഈ സീസണിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ മത്സരത്തിൽ ഒരുപാട് അറ്റംപ്റ്റുകളൊന്നും ബോൺമൗത്ത് നടത്തിയിട്ടില്ല, പക്ഷേ അവർ ത്രട്ടൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ അവരുടെ മിഡ്ഫീൽഡും ഡിഫൻസും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ വലുതായിരുന്നു. ആ ഒരു ഗ്യാപ്പ് നമ്മൾ നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹൈ എനർജി ഒക്കെ നല്ലതായിരുന്നു. കോൾ പാമർ ഫസ്റ്റ് ഹാഫിൽ മികച്ച രീതിയിൽ കളിക്കുന്നു, നീക്കോ ജാക്സൺ മികച്ച രീതിയിൽ കളിക്കുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ്ലി കളി മാറുകയാണ്. ഇത് ഒരു കളിയിൽ സംഭവിക്കുന്ന കാര്യമല്ല, തുടർച്ചയായി മത്സരങ്ങൾ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്, അല്ലാതെ ഒരൊറ്റ കളിയിലുള്ള സംഭവമല്ല. പിന്നെ അച്ചംപോങ് എന്ന് പറയുന്ന ഡിഫൻഡറാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അച്ചംപോങ്ങിനെയൊക്കെ പിൻവലിച്ച രീതിയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് പകരം വന്നത് ടൊസിനാണ്. അതായത് ആ ഗോൾ കൺസീഡ് ചെയ്ത ഉടനെ തന്നെ അദ്ദേഹത്തെ പിൻവലിക്കുന്നു. അത് ചെങ്ങായുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. എന്നിട്ട് കൊണ്ടുവന്ന് ടൊസിൻ ദുരന്തമായിരുന്നു. അതായത് ആ ഗെയിമിൻ്റെ പേസ് മനസ്സിലാക്കാൻ ടൊസിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ബ്ലോക്കൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്റ്റിൽ ആ ഒരു പേസ് മനസ്സിലാക്കുന്നതിൽ അദ്ദേഹം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു, അദ്ദേഹം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബോൾമൗത്ത് കുറേ ചാൻസുകൾ കളഞ്ഞു കുടിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ, അല്ലെങ്കിൽ അവർക്ക് വിജയിക്കാൻ പറ്റുമായിരുന്നു. ചെൽസിയുടെ ക്യാപ്റ്റനായ റീസി ജെയിംസ് സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ്, ഫ്രീ കിക്കിൽ നിന്ന് ഗോൾ അടിച്ചിട്ടാണ് ചെൽസി രക്ഷപ്പെട്ടു പോയത്. അതായത് തോൽവിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്, ഒരു സമനില പിടിക്കാൻ സാധിച്ചത്, ഒരു പോയിന്റ് കരസ്ഥമാക്കാൻ സാധിച്ചത്. അവസാനത്തെ 5 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ വിൻലെസ് ആണ് ചെൽസി. അതായത് അവസാനത്തെ 15 അവൈലബിൾ പോയിന്റ്സ് എന്ന് വെറും 3 പോയിന്റ്സ് മാത്രമേ ചെൽസിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇലോബറേറ്റ് ചെയ്യുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് ഹാഫിൽ 2 ഗോളുകളെങ്കിലും മിനിമം അടിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സെക്കൻഡ് ഗോൾ വരാത്ത സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഗോൾ കൺസീഡ് ചെയ്യുന്നുള്ളത് സ്ട്രക്ചറിൽ പ്രശ്നമുണ്ട്, ഡിഫൻസിൽ പ്രശ്നമുണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ നമ്മൾ സ്ഥിരം സ്ക്രിപ്റ്റ് തന്നെ ഗോൾ കൺസീഡ് ചെയ്യുന്നു. അതിൽ തന്നെ ഈക്വലൈസർ കൺസീഡ് ചെയ്തത് ലാവിയ, പിന്നെ എൻസോ ഫെർണാണ്ടസ് ആയിരുന്നു മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കായ്സോയുടെ റൈറ്റ് ബാക്ക് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഇൻവേർട്ട് ചെയ്തിട്ട് പോകുന്ന സിനാരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലാവിയ ഒരുപാട് പ്രസ് റെസിസ്റ്റൻറ്റ് പരിപാടികളൊക്കെ ഈ മത്സരത്തിൽ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാഞ്ചസിൻ്റെ ഒക്കെ ഹോസ്പിറ്റൽ പാസ് പുള്ളിക്കാരൻ എങ്ങനെയൊക്കെയോ പിന്നെ പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ട് രക്ഷപ്പെടുത്തിയിട്ട് മുമ്പോട്ട് പോകുന്ന സിനാരികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എൻസോ ഫെർണാണ്ടസിന് വളരെ കാഷ്വൽ ആയിട്ടുള്ള പാസ് ലാവിയയിലേക്ക് പോകുമ്പോൾ വളരെ ഫ്രഷറായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ക്ലൈവേർട്ട്, ഈ പിന്നെ ബോൺമൗത്തിൽ താരത്തെ ഇഞ്ചുറി പറ്റിയിട്ടാണ് ക്ലൈവേർട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ക്ലൈവേർട്ട് അത് പൗൺസ് ചെയ്യുന്നു, എന്നതിനുശേഷം സെമിന്യോനെ റിലീസ് ചെയ്യുന്നു. അതിൽ ഒട്ടാരയുടെ റണ്ണും നല്ലതായിരുന്നു. ആ ഒട്ടാരയുടെ റണ്ണാണ് അച്ചംപോങ്ങിനൊക്കെ അങ്ങോട്ടേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കായ്സോയുടെ വന്നിട്ട് ഫൗൾ ചെയ്യുന്നു, ക്ലീൻ പെനാൽറ്റിയാണ്, ഒന്നും പറയാനില്ല. അങ്ങനെ ആ പെനാൽറ്റി ക്ലൈവേർട്ട് തന്നെ ഫിനിഷ് ചെയ്യുന്നു. ക്ലൈവേർട്ടിൻ്റെ പെനാൽറ്റി റെക്കോർഡ് അൺബിലീവബിൾ ആണ്. അങ്ങനെ 1-1 അതിനുശേഷം എൻസോ മരസ്ക തന്നെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ കംപ്ലീറ്റ് കൺട്രോൾ പോയി എന്നുള്ളത്. പിന്നെ ചെൽസി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു, ചെൽസിക്ക് ഒരു കൺട്രോളും ഇല്ല. ആ ഒരു അവസരത്തിൽ തന്നെ ലാവിയനെ പിൻവലിക്കുന്നു. കാരണം ലാവിയ ഇഞ്ചുറി പ്രശ്നമുള്ള ഒരു പ്ലെയറാണ്, 90 മിനിറ്റ് കളിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ലാവിയനെ പിൻവലിക്കുന്ന സാഹചര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കായ്സോയുടെ മിഡ്ഫീൽഡിലേക്ക് വരുന്നു. അപ്പോൾ പിന്നെ അതിനുശേഷം ചെൽസിക്ക് ആ ഒരു കായ്സോയുടെ എത്ര പണിയെടുക്കേണ്ട ഒരു സിനാരിയോ എന്നറിയോ? കാരണം ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യണം. എൻസോ ഫെർണാണ്ടസ് ഡിഫെൻസീവ്ലി അത്ര സോളിഡ് അല്ല നമുക്കറിയുന്നതാണ്. ചെൽസിയുടെ രണ്ടാമത്തെ ഗോൾ കൺസിഡർ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്രിസ്റ്റീനെ ഒന്ന് പിന്നെ പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ക്രിസ്റ്റിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഡിഫൻസിനെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും എൻസോ ഫെർണാണ്ടസ് ആ സിനാരിയോയിൽ ആ സീക്വൻസിൽ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം. ക്രിസ്റ്റി വളരെ അനായാസമായിട്ടാണ് ആ ബോൾ സെമന്യോക്ക് കൊടുക്കുന്നത്. സെമന്യോ ഒരു ഇൻക്രെഡിബിൾ ഫുട്ബോളറാണ്. അപ്പോൾ അച്ചംപോങ്ങിന് സെമന്യോയുടെ ആ ഒരു ഷോട്ട് തടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ചംപോങ് ഒരു യങ് ഫുട്ബോളറാണെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് നല്ലൊരു ഷോട്ടായിരുന്നു, അത് ഗോളായി മാറുന്നു. സാഞ്ചസിനെ നിയർ പോസ്റ്റിൽ ബീറ്റ് ചെയ്യുന്നു, പക്ഷേ അത് നല്ല ഹൈറ്റിലാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്, നല്ല രസമായിട്ടാണ് ഷോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലീഡ് ബോൺമൗത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാര്യമായിട്ടുള്ള റിയാക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ജാവോ ഫെലിക്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ചങ്ങായി. പൊതുവേ ചങ്ങയുടെ സബിലുള്ള ടൈമിംഗ് ഒക്കെ പ്രശ്നമാണ്. പിന്നെ ആരെയും പുള്ളിക്കാനും വലിയ ട്രസ്റ്റ് ഒന്നും ഇല്ല സ്ക്വാഡിൽ എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. സാൻചോ ഒക്കെ ലെഫ്റ്റ് വിങ്ങിൽ ഓക്കെ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അഗെയിൻ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റിയുടെ പ്രശ്നമാണ് ചെൽസിയുടെ മറ്റൊരു പ്രധാന പ്രശ്നം.
കോൾ പാമറോ നിക്കോ ജാക്സനോ ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ വേറെ ആരും ഗോൾ അടിക്കാനില്ലാത്ത സിനാരിയോ ആണുള്ളത്. മധുക്കെ ഈ സീസണിൽ ഒരു ഹാട്രിക് ഒക്കെ അടിച്ചിട്ടുണ്ട്. നെറ്റോയുടെ ഭാഗത്ത് നിന്ന് ഗോളൊന്നും നമുക്ക് കാണാനേ സാധിക്കുന്നില്ല. ആർസണലിനെതിരെ എങ്ങാനും ഗോൾ അടിച്ചാണ്, പിന്നെ അടിച്ചിട്ടേ ഇല്ല. സാൻചോ അത്തരത്തിൽ ഗോൾ പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ എവിടെ ഗോൾ സ്കോർ ചെയ്യുന്ന വിങ്ങർ എവിടെ? അതാണ് സ്ക്വാഡ് ബിൽഡിങ്ങിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മേലേക്ക് ചാടിയിട്ട് ഒരു കാര്യമില്ല. പിന്നെ എന്താണ്, ഈ എൻസോ ഫെർണാണ്ടസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓൺ ദ ബോൾ നല്ലതായിരുന്നു. അദ്ദേഹം 7 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ. ഏറ്റവും കൂടുതൽ ചാൻസുകൾ ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തത് എൻസോ ഫെർണാണ്ടസ് ആണ്. ഈവൻ ഗ്രൗണ്ട് ഡ്യൂലുകളൊക്കെ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, 11 റിക്കവറീസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അഗെയിൻ ഡിഫെൻസീവ്ലി അദ്ദേഹം അത്ര മികച്ചതല്ല, നമുക്ക് അറിയുന്നതാണ്. അദ്ദേഹത്തിന് ആ ഒരു ഡേഞ്ചർ സെൻസ് ചെയ്യാനുള്ള കഴിവില്ല. പിന്നെ ഒപ്പം ബോൺമൗത്തിൻ്റെ പ്ലേയേഴ്സ് സെക്കൻഡ് ഹാഫിൽ അവർക്കായിരുന്നു എനർജി കൂടുതലുണ്ടായിരുന്നു. ചെൽസി വളരെ ലഥാർജിക്കൽ കളിക്കുന്നു, വളരെ കാഷ്വൽ കളിക്കുന്നു. ഈവൻ കോൾ പാമർ വളരെ കാഷ്വലാണ് സെക്കൻഡ് ഹാഫിൽ. ചില സമയത്തൊക്കെ പൊസിഷൻ അദ്ദേഹം വെറുതെ കളഞ്ഞു കുളിക്കുന്ന സിനാരിയൊക്കെ ഉണ്ടായിരുന്നു, വളരെ കാഷ്വലായിട്ട്. അപ്പോൾ അങ്ങനത്തെ പല സംഭവം, അതായത് സെയിം സ്ക്രിപ്റ്റാണ്. അതുകൊണ്ട് എന്തിൽ ഊന്നി സംസാരിക്കണം എന്നുള്ള ഒരു പിടി എനിക്കില്ല. ഇവിടെ സ്ക്വാഡ് ബിൽഡിങ്ങിൽ, ഈ സ്ക്വാഡ് പ്ലാനിങ്ങിൽ ഒരു പ്രധാന പ്രശ്നമുണ്ട്. ഇത്ര അധികം സ്പെൻഡ് ചെയ്തിട്ട് നല്ലൊരു കീപ്പറില്ല, നല്ലൊരു സ്ട്രൈക്കറില്ല, ഈവൻ മിഡ്ഫീൽഡിലും പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, വിങ്ങിൽ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് തേങ്ങയാണ് ഇവരുടെ സ്ക്വാഡ് ബിൽഡിംഗ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതായത് സാഞ്ചസിൻ്റെ ഒക്കെ ഹോസ്പിറ്റൽ പാസ് ഇന്നലെ ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വരാണ്. അതേപോലെ തന്നെ ബോൺമത്തിന് ഡിഫൻസിൽ ഹൗസൻ ഫാന്റാസ്റ്റിക് ഡിഫൻഡറാണ്, യങ് ടാലൻ്റാണ്, പക്ഷേ വളരെ അഷ്വേർഡായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയറാണ്. യുവൻറ്റസിൻ്റെ മിസ്റ്റേക്കാണ് പുള്ളിക്കാരനെ വിട്ടുകൊടുത്തതെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സബാനിയും ഹൗസിനുമായിരുന്നു ആ ഡിഫൻസിലുണ്ടായിരുന്നത്. മിഡ്ഫീൽഡ് ഈവൻ ക്രിസ്റ്റിയും വളരെ മെച്ചൂർഡായിട്ടുള്ള ഫുട്ബോളാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അഗെയിൻ സെമെന്യോ എനിക്ക് തോന്നുന്നില്ല അധികം നാൾ അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഫസ്റ്റ് ഹാഫിൽ ചെൽസി നല്ല രീതിയിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, കൺവേർട്ട് ചെയ്യുന്നില്ല, സ്ഥിരം പ്രശ്നം. സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ഓഫ് ചെയ്യുന്നു. റീസ് ജെയിംസ്, ക്യാപ്റ്റൻ റീസ് ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കാഴ്ചവെച്ചില്ലായിരുന്നെങ്കിൽ പണി കിട്ടിയേനെ. അവസാനത്തെ 5 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ചെൽസി 4 ഗോളുകളാണ് അടിച്ചിട്ടുള്ളത്. അതിൽ 3 എണ്ണവും കോൾ പാമറാണ്, 1 റീസ് ജെയിംസ്. ഇത് പ്രശ്നമല്ലേ? അതെ അതെ. എന്നിട്ടും ആളുകൾ സെക്കൻഡ് ഹാഫിലുള്ള കോൾ പാമറിൻ്റെ പെർഫോമൻസിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. യെസ്, ക്രിട്ടിക്കലാകാം, പക്ഷെ ബാക്കിയുള്ളവർ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടേ? ഇതിപ്പോൾ ഒരു ടീം ഗെയിം അല്ലേ? എന്തായാലും ഇനി മരസ്കയുടെ കയ്യിൽ വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. അടുത്ത ഫിക്സർ വൂൾസിനെതിരെയാണ്. സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള വൂൾസിനെതിരെ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിലാണ്. അതിലൊരു റിയാക്ഷൻ കാണാൻ സാധിക്കുമോ, അതോ സ്ഥിരം സ്ക്രിപ്റ്റ് തന്നെ ആയിരിക്കുമോ? അതിലും കണ്ടറിയാം. മാറ്റിയാസ് കുഞ്ഞിയൊക്കെ കളിക്കുന്ന സൈഡാണ്. എന്തായാലും നമ്മൾ ഗോൾ കൺസീഡ് ചെയ്യും, ഔട്ട് സ്കോർ ചെയ്യുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആ രീതിയിൽ നമ്മൾ ചാൻസുകൾ കൺസീഡ് ചെയ്യുന്ന ഒരു സൈഡാണ്. പിന്നെ കൗണ്ടർ അറ്റാക്കിങ്ങിലാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൂടെയാണ് കൂടുതലും ഗോളുകളും അടിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. എന്ത് സംഭവിക്കുന്നുള്ളത് കാണാം. എൻ്റെ പ്രശ്നം ഇവന്മാരുടെ സ്ക്വാഡ് ബിൽഡിംഗ് തന്നെയാണ്. ഇതിപ്പോൾ 3rd സീസണാണ് ഈ ഓൺഷിപ്പിൻ്റെ. വൺസ് അഗെയിൻ ടോപ്പ് 4 ഫിനിഷ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ്. അതിൻ്റെ പിന്നെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ടോപ്പ് 4 ബെയർ മിനിമമാണ് ഇത്രയധികം സ്പെൻഡ് ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഞാനിത് ഓരോ വീഡിയോയിലും പറയുന്നത്. എന്തായാലും എൻസോ മരസ്കയെ ഞാൻ സീസൺ കഴിയുമ്പോഴേ വിലയിരുത്തുള്ളൂ. അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ സ്പോർട്ടിംഗ് ഡയറക്ടർമാരെയും ഇവന്മാരുടെ പ്ലാനിങ്ങിനെയും ഡിസിഷൻ മേക്കിങ്ങിനെയൊക്കെ നമുക്ക് ഓൾറെഡി ചോദ്യം ചെയ്യാം. അവന്മാർ തന്നെയാണ് എൻസോ മരസ്കയും ഹയർ ചെയ്തിട്ടുള്ളത്, അത് വേറെ കാര്യം. എന്തായാലും എൻസോ മരസ്കയുടെ കയ്യിൽ വേറെ മരുന്നുണ്ടോ? ഇവന്മാരിന് ഈ വിൻഡോയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോഴും ഇവന്മാർ വിചാരിക്കുന്നത് നമുക്കൊരു കില്ലർ 9 ആവശ്യമില്ല എന്നുള്ളതും, അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിന്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിന് ആവശ്യമില്ല എന്നാണ് എങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് കൃത്യമായിട്ടും ഈ സൈഡിലുണ്ട്. അതുണ്ടാവുമല്ലോ, കാരണം അതില്ലാത്തൊരു സാധനം എങ്ങനെ ഉണ്ടാവുക അല്ലേ? എക്സ്പീരിയൻസ് ഇല്ലല്ലോ, കാരണം പ്രൊജക്റ്റിൻ്റെ തന്നെ ബേസ് അതാണല്ലോ, എക്സ്പീരിയൻസ് ഇല്ലാത്ത പൈതങ്ങളെ കൊണ്ടുവരിക എന്നുള്ളത്. എന്തായാലും ഇനി മാൻ സിറ്റിയുടെ മത്സരത്തെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഓക്കെ, അതിനായിട്ട് കാത്തിരിക്കുക. മാൻ സിറ്റി ഇന്നലെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് തൽക്കാലം ടോപ്പ് 4 തന്നെയാണ് ഇരിക്കുന്നത്, 4th പൊസിഷനാണ് ഇരിക്കുന്നത്. പക്ഷേ ന്യൂകാസിലായിട്ട് അവരുടെ ഗെയിം വിജയിച്ചു കഴിഞ്ഞാൽ ചെൽസി 5ാം സ്ഥാനത്തേക്ക് താഴ്ന്നു വരും. പിന്നെ റെഡ് കാർഡ് കൊടുക്കാത്തൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. 1-1 നിൽക്കുന്ന സാഹചര്യത്തിലാണ് ആ ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സാഞ്ചസിൻ്റെ കയ്യിൽ ബോളുള്ള സാഹചര്യത്തിൽ ആ ബോൾ കൊടുക്കുന്ന സിനാരിയോയിൽ കുക്രയെ ഓടുമ്പോൾ ഡേവിഡ് ബ്രോക്സ് കുക്രയെ തടഞ്ഞു നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ മുടി പിടിച്ചിട്ടാണ്. അപ്പോൾ അത് എന്നിട്ട് റെഫറി പോയി നോക്കുന്നു. VR ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു റെഫറി സ്ക്രീനിൽ പോയി നോക്കിയിട്ട് ഒരു യെല്ലോ കാർഡ് കൊടുക്കുന്നത് ആദ്യമായിട്ട് സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും അത് റെഡ് കാർഡ് കൊടുക്കേണ്ട തരത്തിലൊരു ഇൻസിഡൻ്റ് ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ചെങ്ങായി എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും കുക്രയ അതിൽ മാക്സിമം ശ്രമിച്ചു നോക്കി ആ റെഡ് കാർഡ്
പ്ലെയറിന് വാങ്ങിച്ചു കൊടുക്കുന്നതിലായിട്ട്. അപ്പോൾ അത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താ പറയുക, റെഡ് കാർഡ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എന്തായാലും ഞാൻ അതിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നില്ല. കാരണം ചെൽസിയുടെ സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസിലുള്ള ഈ ഒരു ഡിപ്പ് അത് മൊത്തത്തിലിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു പ്രധാന പ്രശ്നത്തിലാണ് ഞാൻ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ഇപ്പോൾ പെനാൽറ്റികൾ കൺസീഡ് ചെയ്ത റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 6 പെനാൽറ്റികൾ ചെൽസി കൺസീഡ് ചെയ്തിട്ടുണ്ട്. ഡിസിപ്ലിൻ്റെ ഒരു പ്രശ്നം ഈ സൈഡിലുണ്ട്, നമുക്കറിയുന്നതാണ്. പിന്നെ ഈ പെനാൽറ്റികൾ കൂടുതൽ കൺസീഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, ഡെസ്പറേറ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന സിനാരിയോകളിലാണ്. ഒരു പെനാൽറ്റി മാത്രമാണ്, ആ ഇപ്സ്വിച്ച് ടൗണിനെതിരെയുള്ള പെനാൽറ്റി മാത്രമാണ് ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പെനാൽറ്റി ഉള്ളത്. ബാക്കിയെല്ലാം പെനാൽറ്റികൾ തന്നെയായിരുന്നു. ചെൽസിയുടെ മിസ്റ്റേക്കിൽ നിന്നാണ് കൂടുതലും വന്നിട്ടുള്ളത്. വൂൾസും 6 പെനാൽറ്റികൾ ഈ സീസണിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൂൾസിൻ്റെ ഒപ്പമാണ് ചെൽസിയുടെ ഉള്ളത് നമ്പേഴ്സ്, പെനാൽറ്റി കൺസിഡർ ചെയ്തതിൻ്റെ നമ്പർ. ചെൽസിയിൽ ഇപ്പോൾ ഫൊഫാനയ്ക്കൊക്കെ ഇഞ്ചുറി പറ്റിയിരിക്കുന്ന സിനാരിയോ ആണെന്നുള്ളതൊക്കെ. പക്ഷേ ബോർണ്മൗത്തിൽ 12 സീനിയർ പ്ലെയേഴ്സേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻ്റോണി ഇറോള ഒരു ഗ്രേറ്റ് കോച്ചാണ്, സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എൻസോ മരസ്ക കുറേ കാര്യങ്ങൾ ഇനിയും ലേൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റേ നമുക്ക് കൊണ്ട് കാണാം. ഗുഡ് ബൈ.